നമുക്ക് രോഗസൗഖ്യ പ്രാർത്ഥനയിലേക്ക് കടക്കാം. മനസ്സിൽ അറിയാവുന്നൊരു വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ടിരിക്കണം, അല്ലാത്തൊരു സ്തുതിച്ചുകൊണ്ടിരിക്കണം. സ്വരത്തിലായിരിക്കണം എല്ലാം. ശ്രുതികട ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്ന കർത്താവേ, കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ കർത്താവേ. കർത്താവേ, നിന്റെ തിരുമുറുമാർന്ന വലത് കരം, കർത്താവേ, ആണിപ്പെടുതാറുന്ന അത്ഭുത കരം അങ്ങയുടെ ശിരസ്, അങ്ങയുടെ മക്കളുടെ ശിരസിൽ വെക്കണം പ്രാർത്ഥിക്കുന്നു. സന്ധിബന്ധങ്ങളിലെ കർത്താവിൻ്റെ രക്തം നിറയട്ടെ, മാംസപേശികളിലെ കർത്താവിൻ്റെ രക്തം നിറയട്ടെ, രക്തഞരമ്പുകളിലെ കർത്താവിൻ്റെ രക്തം നിറയട്ടെ, എല്ലാ കൊശങ്ങളിലും പേശികളിലും ത്വക്കുകളിലും കർത്താവിൻ്റെ രക്തം നിറയട്ടെ. മാരക രോഗങ്ങൾ, ആന്തരിക അവയവങ്ങളുടെ രോഗങ്ങൾ, മാരക രോഗങ്ങൾ, തീരവേദികൾ, കോശങ്ങളിലുള്ള രോഗങ്ങൾ, പേശികളുടെ രോഗങ്ങൾ, അസ്ഥികളുള്ള രോഗങ്ങൾ, അസ്ഥിസന്ധികളുള്ള രോഗങ്ങൾ, വാദ്യരോഗങ്ങൾ, ഹൃദയരോഗങ്ങൾ, എല്ലാ രോഗങ്ങളും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ശ്രുതികട്ടെ. ആരാധനയിലൂടെ നാമം വീണ്ടും വീണ്ടും മഹത്വപ്പെടുവാൻ സുഖമായി എന്റെ ഉള്ളം വരേണേ, സദയം തൊടേണേ, സുഖമായി എന്റെ ഉള്ളം. കൈയെടുക്കുക, കൈ നെഞ്ചത്തെ സ്വസ്തിക പോലെ ചേർത്ത് നമുക്ക് ഹോൾ ബോഡി, പുതിയ എല്ലാ ജീവിതവും കർത്താൻ സമർപ്പിക്കാം. നമ്മളിപ്പോൾ പ്രാർത്ഥിക്കാൻ പോകുന്നത് വ്യത്യസ്തങ്ങളായ ഡേറ്റുകൾ. മനുഷ്യൻ്റെ ജീവിതം തന്നെ സമയഘടികാരം നെഞ്ചിൽ ചാർത്തിക്കൊണ്ടല്ലേ അമ്മ പ്രത്യക്ഷപ്പെട്ടത്. അപ്പോൾ സമയത്തിന് നമ്മുടെ ജീവിതത്തിൽ വലിയ സ്ഥാനമാണ്. ചില ഡേറ്റുകൾക്ക് ഒരു പ്രാധാന്യമുണ്ട്. ഇപ്പം ചില ഡേറ്റുകൾക്കുള്ളിൽ വിസ വരണം, അല്ലെങ്കിൽ പരീക്ഷ എഴുതാനോ പഠിക്കാനോ പറ്റത്തില്ല. ചില ഡേറ്റുകൾക്കുള്ളിൽ നമ്മുടെ ചിട്ടി വീഴണം, അല്ലെങ്കിൽ നമ്മുടെ പറമ്പ് കൊണ്ട് കണ്ടുപോകാൻ പോകും, ജപ്തിയായി പോകും. എല്ലാം ഡേറ്റിലാണ് നിൽക്കുന്ന ജീവിതം. അതുകൊണ്ട് തന്നെയാണ് നിങ്ങളെ സമയത്തിൻ്റെ മാതാവ്, സഞ്ചാരി മാതാവ് എന്ന അമ്മയെ വിളിക്കുന്ന കാര്യം അതാണ്. പ്രാർത്ഥിക്കുക. അമ്മേ, പരിശുദ്ധ അമ്മേ, സമയത്തിന്റെ മാതാവേ, സഞ്ചാരി മാതാവേ, ഞങ്ങളുടെ ജീവിതത്തിലെ ഞങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രത്യേക തീയതികള്, ആ തീയതികളിലെ നടക്കേണ്ട കാര്യങ്ങള് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ കർത്താവിനെ സമർപ്പിക്കുന്ന ഞങ്ങളുടെ യാത്രകള്, ഞങ്ങളുടെ പഠനങ്ങള്, ഞങ്ങളുടെ ജോലികള്, ഇന്റർവ്യൂകള്, ടെസ്റ്റുകള്, പരീക്ഷാ ഫലങ്ങള്, സ്ഥലവിൽപ്പനകള്, വിവാഹം, ഗർഭധാരണം, പ്രസവം, സ്ഥലം കൈമാറ്റങ്ങള്, സ്ഥലം മാറ്റങ്ങള്, അങ്ങനെ ജീവിതത്തോട് ബന്ധപ്പെട്ട സാമ്പത്തിക മേഖലകള്, സർക്കാരിന്റെ മേഖലകള്, യാത്രാ മേഖലകള്, എല്ലാ മേഖലകളും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഇപ്പോഴേ എല്ലാ തടസ്സങ്ങളും യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. മാറിപ്പോയിക്കൊണ്ട് അങ്ങയുടെ നാമത്തെ ആരാധനയിലൂടെ വീണ്ടും വീണ്ടും മഹത്വപ്പെടുത്തണമേ. ഹല്ലേലൂയ. സൗഖ്യം എന്നിൽ നിറയണമേ, സൗഖ്യം. മക്കളൊന്ന് കൈകൾ കൂപ്പി മുട്ടേ നിന്നേ. നമ്മളിപ്പോൾ പ്രാർത്ഥിക്കാൻ പോകുന്ന പ്രാർത്ഥനകള് ഓൺലൈനിലുള്ളവർ ശ്രദ്ധിക്കണേ.
കുഞ്ഞുങ്ങളുടെ രോഗങ്ങൾ, ഗർഭിണികളുടെ രോഗങ്ങൾ, കൂടെ കൂടെ അബോർഷൻ സംഭവിക്കുന്ന അവസ്ഥകൾ, വിവാഹം ഒത്തുവരാത്ത അവസ്ഥകൾ, കോടതികളിൽ കേസായിരിക്കുന്ന വിവാഹങ്ങൾ, വിവാഹം പിരിയാൻ വേണ്ടി കള്ളക്കേസ് കൊടുത്തിരിക്കുന്നവർ, അന്യൻ്റെ ജീവിത പങ്കാളിയുമായിട്ട് രഹസ്യമായിട്ട് ജീവിക്കുന്നവർ, സ്വന്തം ജീവിത പങ്കാളിയോടും കുടുംബത്തോടും കുഞ്ഞുങ്ങളോടും വിശ്വസ്തത പുലർത്താത്ത സാഹചര്യങ്ങൾ, തിന്മയുടെ ദുശ്ശീലങ്ങളുള്ളവർ, അവരെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കേണ്ട, കണ്ണീരോടെ പ്രാർത്ഥിക്കേണ്ട സമയമാണ്. ജുട്ട് നേരിടുന്ന പറമ്പുകൾ, വിൽക്കാനുള്ള പറമ്പുകൾ, വീട് സ്ഥലം പോലും ഇല്ലാത്തവർ, വീട് സ്ഥലവും ഇല്ലാത്തവർ, കേസിൽ അകപ്പെട്ടിരിക്കുന്നവർ, അന്യായമായ അല്ലാതെ ഈ കേസുകളിൽ അകപ്പെട്ടിരിക്കുന്നവർ, എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കേണ്ട സമയമാണ്. എല്ലാവർക്കും സാക്ഷ്യം പറയാൻ ഇടയാക്കണമെന്ന് മക്കളെ പ്രാർത്ഥിക്കണം. അച്ഛൻ പ്രാർത്ഥിക്കുമ്പോൾ സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്ന കർത്താവ്, അവരുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സ്ഥലമില്ലാത്തവർ, വീട് സ്ഥലമില്ലാത്തവർ, കേസിൽ അകപ്പെട്ടിരിക്കുന്നവർ, മക്കളില്ലാത്തവർ, പര്യാവർത്തകന്മാർ തമ്മിൽ പിരിയുന്നവർ, ദുശ്ശീലങ്ങൾ അകപ്പെട്ടിരിക്കുന്നവർ, എല്ലാവരും കഷണ്ടികായിട്ടുള്ളവർ, കർത്താവ് ശരീരം ക്ഷീണിച്ചത് കൊണ്ട്, പണമില്ലാത്തത് കൊണ്ടും, രോഗം വന്നു പോയത് കൊണ്ടും, കല്യാണം ഒത്തുവരാത്തവർ, അങ്ങനെ എല്ലാവരും കർത്താവ് സമ്പത്ത് കിട്ടാനൊന്നും കിട്ടാത്തവർ, സമ്പത്ത് വഞ്ചിക്കപ്പെട്ടിരിക്കുന്നവർ, സമ്പത്ത് പറ്റിക്കപ്പെട്ടിരിക്കുന്നവർ, എല്ലാവരും സമർപ്പിക്കുന്ന കർത്താവ് ദൈവത്തിൻ്റെ കരുണ ദൈവത്തിൻ്റെ കൃപ ഉണ്ടാകട്ടെ. വീട് സ്ഥലവും നിർമ്മിതിയിലിരിക്കുന്നവർ കർത്താവ് നിർമ്മിതി വീട് സ്ഥലം പണിതിട്ട് ഇടയ്ക്ക് വെച്ച് നിന്ന് പോയവർ, വിദേശത്ത് പോകാനുള്ളവർ, വിദേശത്ത് വരാനുള്ളവർ, കഥ വരാൻ പറ്റാത്തവർ, നിയമ തടസ്സമുള്ളവർ, എല്ലാവരും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരെയും സാക്ഷികളാക്കി ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ. ഇവിടെ വരെ നിങ്ങൾ ഈ ധ്യാനം കൂടുമ്പോൾ തന്നെ ധ്യാനം ഷെയർ ചെയ്യണം. എപ്പോൾ ധ്യാനം കൂടിയാലും എപ്പോൾ സാക്ഷ്യം കേട്ടാലും നിങ്ങൾ അപ്പം തന്നെ പ്രേക്ഷിത വേല പരസ്യമായിട്ട് വിശ്വാസം പ്രഖ്യാപിച്ചുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ വാട്സപ്പിലാണെങ്കിലും ഇത് ഷെയർ ചെയ്യണം. വാട്സപ്പ് ഗ്രൂപ്പുകൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. കർത്താവിന് അറിയാത്തത് അറിയട്ടെ. നിങ്ങൾ വാട്സപ്പ് സ്റ്റാറ്റസ് ഇടുന്ന ഒത്തിരി പേരുണ്ട്. വലിയ ദൈവാനുഗ്രഹമാണത്. അതുപോലെ തന്നെ പുതിയ പുതിയ കണ്ടൻറ്റുകളെ ക്രിയേറ്റ് ചെയ്തിട്ട് അപ്പ് ചെയ്യുന്ന റീൽസ് ഇടുന്നവരുണ്ട്. അവർക്കെല്ലാം വേണ്ടി ഈ സമയത്ത് പ്രാർത്ഥിക്കുകയാണ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവ് റീൽസ് ഇടുന്നവർ, വാട്സപ്പ് സ്റ്റാറ്റസ് ഇടുന്നവർ, വാട്സപ്പിലൂടെ കൃപാസനം പ്രചരിപ്പിക്കുന്നവർ, ധ്യാനത്തേക്ക് ആൾക്കാർക്ക് മറ്റുള്ളവർക്ക് കൈമാറി കൊടുക്കുന്നവർ, എല്ലാവരെയും അവരുടെ കുടുംബങ്ങളെ, അവരുടെ ക്യാമറയെ, അവരുടെ സന്മനസ്സിനെ, അവരുടെ സമർപ്പണത്തെ കർത്താവിൻ്റെ കൃപയാൽ അഭിഷേകം ചെയ്യാൻ പ്രാർത്ഥിക്കുന്നു. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മനുഷ്യരുടെ മുമ്പിൽ ഏറ്റവും നിന്നെ പ്രചരിപ്പിക്കുവാൻ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പോൾ സമാപന ആശീർവാദം. കൈകൾ കൂപ്പി ശിരസ് നമിച്ച് ആശീർവാദം സ്വീകരിക്കുക. ഒരിക്കൽ കൂടി മരിയൻ ഉടമ്പടിയിൽ സമർപ്പിച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളും, നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ നൊമ്പരപ്പെടുത്തുന്ന വിഷയങ്ങളും ദൈവമാതാവിൻ്റെ മധ്യസ്ഥയിൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ച് നമുക്ക് ഒരു നിമിഷം മൗനമായിട്ട് പ്രാർത്ഥിക്കാം. ക്രിസ്തുവിൻ്റെ രണ്ടാം വരവിന് നമ്മളെ ഒരുക്കുന്ന വലിയ പാഠശാലയായ കൃപാസനത്തിലേക്ക് മരിയൻ ഉടമ്പടി വഴി നമ്മളെ ക്ഷണിച്ച ദൈവപിതാവിൻ്റെ സ്നേഹത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് കിട്ടുന്ന അവസരങ്ങളിലെല്ലാം കാരുണ്യ പ്രവർത്തനങ്ങളിലൂടെയും പ്രേക്ഷിത പ്രവർത്തനങ്ങളിലൂടെയും എല്ലാം ഈശോയെ നിൻ്റെ നാമത്തെ മറ്റുള്ളവരുടെ മുമ്പിൽ ഏറ്റുപറഞ്ഞുകൊണ്ട് ദൈവപിതാവിനെ മഹത്വപ്പെടുത്തുവാനുള്ള വലിയ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ് നമിച്ച് നമുക്ക് ദിവ്യകാരുടെ നാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം.
പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നും എന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നും എന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നും എന്നും അങ്ങേയ്ക്കാരാധന. ആവേ ആവേ ആവേ